പിന്നോക്ക സമുദായമായ ചവളക്കാരൻ സമുദായത്തിന്റെ സംസ്ഥാന ഭാരവാഹികളാണ് ഞങ്ങള്. ഞാൻ സ്വയം ഒന്ന് പരിചയപ്പെടുത്താം. സംസ്ഥാന വൈസ് പ്രസിഡന്റ് NK അശോകൻ, കോതമംഗലം. ഇദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് PK അശോകൻ, ചാലക്കുടി. അദ്ദേഹം സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി CS വിനീഷ്, അദ്ദേഹവും ചാലക്കുടി നിയോജകമണ്ഡലംകാരനാണ്. പത്രസമ്മേളനത്തിന്റെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വിനീഷ് സുകുമാരനെ വിശദീകരിക്കും. നമ്മുടെ സമുദായത്തെ കുറിച്ച് പറയുമ്പോൾ ചവളക്കാരൻ സമുദായ ഗ്രൂപ്പിൽ വരുന്ന OBC ഗ്രൂപ്പിൽ 100ഓളം സമുദായങ്ങളുണ്ട്. അതിൽ വരുന്ന ഒരു സമുദായമാണ് ചവളക്കാരൻ സമുദായം. ചവളക്കാരൻ സമുദായം നിലവിൽ 30 സമുദായങ്ങൾ അടങ്ങുന്ന ഒരു OEC പരിഗണനാർഹ ലിസ്റ്റ് ഉണ്ട് ഗവൺമെന്റിന്റെ. അത് 2014 ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് ഉമ്മൻചാണ്ടി സാറ് പ്രഖ്യാപിച്ച ഒരു ആനുകൂല്യമാണ്. പരിഗണനാർഹ OEC ആനുകൂല്യമുള്ള 30 സമുദായങ്ങളുടെ ഗ്രൂപ്പ്. ആ 30 സമുദായങ്ങൾ ചേർന്ന് മോസ്റ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് ഫെഡറേഷൻ എന്നൊരു ഫെഡറേഷൻ നിലവിലുണ്ട്. ആ MBCF അംഗമായിട്ടുള്ള സമുദായമാണ് ചവളക്കാരൻ സമുദായം. സമുദായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്ന് പത്രസമ്മേളനവും അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോ അതിന്റെ പ്രഖ്യാപനം അതുമായി ബന്ധപ്പെട്ട ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പ്രഖ്യാപനം നടത്തുന്നത്. ആ പ്രഖ്യാപനം നടത്തുന്നതിന് വേണ്ടി സംസ്ഥാന പ്രസിഡന്റ് PK അശോകൻ അവർ ക്ഷണിച്ചു. എല്ലാവർക്കും നമസ്കാരം. ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ 1948 മാർച്ച് മാസത്തിൽ കോതമംഗലം നെല്ലിക്കുഴി ആസ്ഥാനമായി രൂപീകരിച്ച ഒരു പിന്നോക്ക സമുദായമാണ് ചവളക്കാരൻ സമുദായം. ഈ രൂപീകരിച്ച കാലഘട്ടം മുതൽ ഈ സമുദായത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് വേണ്ടി OEC ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നുള്ള നിവേദനം ഒന്നാം കേരള മുഖ്യമന്ത്രി EMS മുതൽ ഇന്ന് ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിന് മുന്നിൽ കാലാകാലങ്ങളായിട്ട് നിവേദനവും സമരവും എല്ലാം സമർപ്പിക്കുന്നുണ്ടായി. പക്ഷെ നാളിതുവരെ ആയിട്ടും പൂർണ്ണ OEC ഇതുവരെയുള്ള ഭരണാധികാരികൾ ഈ സമുദായത്തെ ഉൾപ്പെടുത്താൻ തയ്യാറായിട്ടില്ല. ഇതിൽ അല്പം ആശ്വാസം എന്നുള്ള രീതിയിൽ 2014 ഉമ്മൻചാണ്ടി സർക്കാർ ചവളക്കാരൻ സമുദായം അടക്കമുള്ള 30 സമുദായങ്ങളെ പരിഗണനാർഹ OEC ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. പരിഗണനാർഹ OEC ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ 6 ലക്ഷം രൂപ വരുമാന പരിധി വെച്ചുകൊണ്ട് ഇന്ന് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന എല്ലാ വിദ്യാഭ്യാസ ഗ്രാന്റുകളും മെറിറ്റിൽ കടന്നു വരുന്ന കുട്ടികൾക്കും വിദ്യാഭ്യാസ ഗ്രാന്റ് നൽകുന്ന ഒരു സംവിധാനമാണ് പരിഗണനാർഹ OEC ലിസ്റ്റ്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പൂർണ്ണ OEC ലിസ്റ്റ് തന്നെയാണ്. ആ പൂർണ്ണ OEC ലിസ്റ്റിനുള്ള സമുദായങ്ങൾക്കുള്ള ആനുകൂല്യം എന്ന് പറയുന്നത് വരുമാന പരിധി ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല OEC എന്ന് പറയുന്ന ആ ലിസ്റ്റിന്റെ പ്രഥമ പരിഗണന എന്ന് പറയുന്നത് ഏതെങ്കിലും കാരണവശാൽ സംസ്ഥാനമോ കേരളമോ ഏതെങ്കിലും സമുദായങ്ങളെ പട്ടികജാതിയിൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുവാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റിന് ശുപാർശ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ശുപാർശ നിയമമാകുവാൻ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ കാലതാമസം നേരിട്ടാൽ ഒരു താൽക്കാലിക പരിഗണന എന്നുള്ള രീതിയിൽ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് OEC ലിസ്റ്റ് എന്ന ലിസ്റ്റിന് രൂപം നൽകിയിട്ടുള്ളത്. ചവളക്കാരൻ സമുദായത്തെ 1967 AP ചന്ദ ജോയിന്റ് പാർലി കമ്മിറ്റി ആയിട്ടുള്ള AP ചന്ദ ചെയർമാനായിട്ടുള്ള കമ്മിറ്റി, ഇന്ത്യയുടെ പ്രഥമ പാർലമെന്ററി കമ്മിറ്റി, പട്ടികജാതി പട്ടികവർഗ ബില്ല് ഭേദഗതി ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രഥമ പാർലമെന്ററി കമ്മിറ്റി കേരളത്തിൽ നിന്ന് 34 സമുദായങ്ങളെ പട്ടികജാതിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശുപാർശ ചെയ്യുകയുണ്ടായി. അതിൽ 32 സമുദായങ്ങളും വിവിധ കാലഘട്ടങ്ങളിൽ പട്ടികജാതി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്.
ആകെ ആ ലിസ്റ്റ് ഉൾപ്പെടുത്താതെ പോയിട്ടുള്ള രണ്ട് സമുദായങ്ങളാണ്, ഒന്ന് ചവളക്കാരൻ സമുദായവും ഒന്ന് കുടുംബി സമുദായം. കുടുംബി സമുദായം ഇന്ന് പൂർണ്ണമായിട്ടും OEC ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 58 വർഷമായിട്ട് നിരന്തരമായിട്ടും ആവശ്യപ്പെട്ടിട്ടുള്ളതും അർഹതപ്പെട്ടതുമായിട്ടുള്ള പൂർണ്ണ OEC ലഭ്യമാക്കുക എന്നുള്ളതാണ് ഈ സമുദായത്തിന്റെ ആപ്തവാക്യവും ഏറ്റവും വലിയ മുദ്രാവാക്യവും. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് സർക്കാരിൽ നിവേദനം സമർപ്പിച്ച് പൂർത്തീകരിക്കാത്തതിന്റെ കാലഘട്ടത്തിൽ ജനാധിപത്യ പ്രക്രിയയിലൂടെ ഈ ആവശ്യം നേടിയെടുക്കുക, വിദ്യാഭ്യാസ ആനുകൂല്യം നേടിയെടുക്കാനുള്ള തീരുമാനമായിട്ടാണ് സംസ്ഥാന കമ്മിറ്റി മുന്നോട്ട് പോയിട്ടുള്ളത്. മാർച്ച് മാസം 1-ാം തീയതി കേരളത്തിലെ എല്ലാ മുന്നണിയുടെ നേതാക്കന്മാരെയും വിളിച്ചു ചേർത്ത് കൊരട്ടി പോളിടെക്നിക്കൽ കോളേജിൽ വെച്ച്, ഓഡിറ്റോറിയത്തിൽ വെച്ച് അവരുടെ മുന്നിൽ വളരെ കൃത്യമായിട്ട് വിഷയം അവതരിപ്പിക്കുകയും ഏത് മുന്നണിയാണോ ഈ സമുദായത്തെ പൂർണ്ണ OEC ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ തയ്യാറാവുന്ന മുന്നണിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കും എന്നുള്ള സംസ്ഥാന കമ്മിറ്റി തീരുമാനം ഈ 3 മുന്നണിയുടെ നേതാക്കന്മാരെയും അറിയിക്കുകയുണ്ടായി. അങ്ങനെ വാഗ്ദാനം കൊണ്ട് മാത്രം പരിഹരിക്കപ്പെടില്ല എന്നും സൂചിപ്പിക്കുകയുണ്ടായി. അങ്ങനെ 3 മുന്നണിയുടെയും തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക വന്നതിന് ശേഷം പരിശോധിച്ചപ്പോൾ UDFന്റെ ഐക്യ ജനാധിപത്യ മുന്നണി ഈ സമുദായം ഉന്നയിച്ച പൂർണ്ണ OEC ലിസ്റ്റിൽ ഉൾപ്പെടുത്തും എന്ന ആവശ്യം അവരുടെ പ്രകടന പത്രികയിൽ 40-ാമത്തെ പേജിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. 50-ാമത്തെ പേജിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ സമുദായം ഈ മുന്നണിയുടെ മുന്നിൽ അവതരിപ്പിച്ച ആവശ്യം അംഗീകരിച്ച ഏക മുന്നണി ഐക്യ ജനാധിപത്യ മുന്നണി ആയതുകൊണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പ് 2026 9-ാം തീയതി നടക്കുന്ന കേരള നിയമസഭയിലേക്ക് നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ആവശ്യം അംഗീകരിച്ച, ചവളക്കാരൻ സമുദായത്തിന്റെ ആവശ്യം അംഗീകരിച്ച ഐക്യ ജനാധിപത്യ മുന്നണിയെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ ഈ സംഘടന തീരുമാനിച്ചിരിക്കുന്നു. അത് പൊതുജനങ്ങളെയും ബന്ധപ്പെട്ട വ്യക്തികളെയും പത്രമാധ്യമങ്ങളെയും അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കേരളത്തിലെ 1,82,000-ഓളം വരുന്ന ജനസംഖ്യ, മധ്യ കേരളത്തിൽ അധിവസിക്കുന്ന ജനവിഭാഗം, പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ അധിവസിക്കുന്ന ഒരു ജനവിഭാഗം, 11 നിയോജക മണ്ഡലത്തിൽ 600 മുതൽ 6000 വരെ വോട്ടുകളുള്ള ഒരു ജനവിഭാഗമാണ്. ഈ ജനവിഭാഗത്തിന്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്, പ്രശ്നാധിഷ്ഠിത പിന്തുണയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നൽകുന്നത്. പൂർണ്ണ OEC ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രം ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് ഐക്യ ജനാധിപത്യ മുന്നണിയെ പിന്തുണച്ച് വിജയിപ്പിക്കാൻ ഈ സംഘടന തീരുമാനിച്ചിട്ടുള്ളത്. ഓക്കെ. രണ്ടാമത്തെ പേജില് അതിപിന്നോക്ക ജനവിഭാഗങ്ങളുടെ ക്ഷേമം എന്നുള്ളത് അതിപിന്നാക്ക ജനവിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി മോസ്റ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ രൂപീകരിക്കും. OEC ആനുകൂല്യത്തിനുള്ള വരുമാന പരിധി കാലോചിതമായി ഉയർന്നു. നിലവിൽ ഭാഗികമായി OEC സംവരണം ലഭിക്കുന്ന സമുദായങ്ങൾക്ക് പൂർണ്ണ ആനുകൂല്യങ്ങൾ നൽകാൻ നടപടി സ്വീകരിക്കും. ഇതാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അതുകൂടാതെ 78-ാമത്തെ പേജിൽ സംവരണം എന്ന വിഷയത്തിൽ പിന്നോക്ക വിഭാഗങ്ങളുടെ അവസര സമത്വത്തെ കുറിച്ച് പഠിക്കാൻ ഓപ്പർച്യൂണിറ്റി കമ്മീഷൻ രൂപീകരിക്കും. അതുപോലെ തന്നെ നാളിതുവരെ നാമമാത്രമായ ഉദ്യോഗസ്ഥ പ്രാതിനിധ്യം ലഭിച്ച ചെറു പിന്നോക്ക സമുദായങ്ങൾ, ഉദാഹരണത്തിന് ചവളർ അടക്കമുള്ളവരുടെ പ്രശ്നങ്ങൾ പഠിക്കുകയും അസമത്വം ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കുകയും ചെയ്യും. ഈ 4 പോയിന്റുകളാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിലുള്ളത്. ഈ പ്രകടന പത്രികയുടെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായും UDFന് പിന്തുണ പ്രഖ്യാപിക്കും. ഓക്കെ.